നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പ്രശ്നം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സംഭവവികാസങ്ങൾ അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അതായത് ഈ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട ചുടുകല്ലെടുത്ത് അടിച്ചയാളും കുപ്പിവെള്ളം കൊണ്ട് അടിച്ച് പൊട്ടിച്ചയാളും പിന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ, അതായത് കൈകൊണ്ട് ഗ്ലാസ് ചില്ലിടിച്ച് പൊട്ടിച്ച് ED ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമിച്ച കുറേ, അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. അവരൊക്കെ മുഖം കണ്ടാലേ അറിയാം, ഒരു SFI പ്രവർത്തകനായോ DYFI പ്രവർത്തകനായോ ഒട്ടും അതുപോലെ ആകാൻ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം ഇവരൊക്കെ വർക്കപ്പണിക്കവിടെ പോയവരെ വിളിച്ചു വരുത്തിയാണെന്ന്. വർക്കപ്പണിക്കവിടെ പോയിരുന്നതാണ്. കാരണം പലരും സമനില തെറ്റി കാലുപോലും നിലത്തുറയ്ക്കാതെ നിന്ന ദൃശ്യങ്ങളുണ്ട്. CPIൻ്റെ പല നേതാക്കളടക്കം ദൃശ്യങ്ങളിലുണ്ട്. അതൊക്കെ അവരെല്ലാം ഇന്നലെ അവധി ആഘോഷിക്കുകയായിരുന്നു അത് അറിയാതെ. അല്ലെങ്കിൽ ഒന്ന് ഒരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വന്നതാകാം. എന്തായാലും വളരെ മോശമായി പോയ പരിപാടിയാണ്. CPMൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അഴിയണം. ഇന്നലെ 7 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേതാക്കൾ, ഇവരെ പ്രേരിപ്പിച്ച നേതാക്കളുടെ ദൃശ്യങ്ങളടക്കം പോലീസിൻ്റെ ഉണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചെന്ന് ഈ കുട്ടി നേതാക്കൾ ഇവരുമായി സംസാരിക്കുന്നതും അവർ തിരിച്ചു വരുന്നതും പിന്നെയും പോലീസ്, അതായത് സന്ധി സംഭാഷണമല്ല, ഏരിയ കമ്മിറ്റിയുടെ മുമ്പിൽ പ്രതികളെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നീട് അവരെ പുറത്തിറക്കി വിടില്ല, ചിത്രം എന്താ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തരാന്ന് കഴിഞ്ഞൊരു പാർട്ടി പോലീസിങ് ഉണ്ടല്ലോ, പാർട്ടി പോലീസ് കളിയല്ല. അതല്ല, അതിനൊക്കെ മുമ്പേ ED അകത്ത് വീണ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് കിടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. പിന്നെ വ്യക്തമായ തെളിവുണ്ട്. ജില്ലാ സെക്രട്ടറി വീണ്ടും AA റഹീമിൽ നിന്ന് ചുമതല ഏറ്റെടുത്ത V ജോയിയാണ് ഈ അവിടെ കാറടിച്ച് പൊട്ടിച്ച പ്രവർത്തകരെ വിളിച്ചു വരുത്തിയത്. ഈ മൊത്തം ഓപ്പറേഷൻ്റെ മൊത്തം പ്ലാനിങ്ങും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയാണ്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണെന്ന് അത് വ്യക്തമായ തെളിവ് പോലീസിനല്ല, IPS ഉദ്യോഗസ്ഥർക്ക്, DCP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, കേരള പോലീസ് സർവീസിന് ഇനി വിശ്വസിക്കാൻ കൊള്ളാമെന്നാണ് ഇന്നലെ DCP പറഞ്ഞത്. കാരണം ഞങ്ങളെ പറ്റിച്ച്, നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടല്ലേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ മൂവ് ചെയ്തത്, നിങ്ങളല്ലേ പറഞ്ഞത്, ലോക്കൽ വൈബ് അറിയാമെന്ന് നിങ്ങൾക്കല്ലേ, നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചില്ലേ എന്നാണ് DCPമാർ ഈ താഴെയുള്ള പോലീസുകാരോട് ചോദിച്ചത്. പിന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ലോണ് പോലും ഇനി ഇവർ കിട്ടില്ലെന്നുള്ളതാണ്. ഇവർ അറസ്റ്റിലാകും, ഒരു വായ്പ പോലും കിട്ടാൻ യോഗ്യതയില്ലാത്തവരായി ഇവർ മാറുകയാണ്. പിന്നെയുണ്ട്, ഡ്യൂട്ടിയിലുള്ള ED അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥനെ ആക്രമിച്ചാലോ കൃത്യനിർവഹണം തടഞ്ഞാലോ അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ്. അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 221, 121, 122 ആക്രമണം നടത്തിയാണ്. പിന്നെ അതെ 189 ഉണ്ട്, 137 ഉണ്ട്. പിന്നെ കൂട്ടം ചേർന്ന് ആക്രമണം നടത്തിയതാണ്. പിന്നെ ഈ ED ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയോ അവരുടെ ഡ്യൂട്ടി തടയുകയോ ചെയ്താൽ 121 പ്രകാരം 5 വർഷം വരെയാണ് തടവ്. അത് തുടക്കത്തിലെ ബോണസാണ്, അത് കഴിഞ്ഞ് ബാക്കിയുണ്ടാവും. ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നല്ലേ അതിന് ശ്രമിക്കുകയോ ചെയ്താൽ സെക്ഷൻ 122 പ്രകാരം 10 വർഷം വരെയാണ് തടവ്. കേന്ദ്ര ഏജൻസിയാണ്. പിന്നെ 189, 109 അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ വധശ്രമം, കലാപശ്രമം, ഇത് പ്രകാരം ജയിൽ ശിക്ഷ മാത്രമല്ല കനത്ത പിഴയും കേന്ദ്രത്തിന് കോടതിയിൽ അടയ്ക്കേണ്ടി വരും. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ അല്ലേ, ഒരു സുഭാഷ് ചന്ദ്രൻ ഒരു അഭിഭാഷകൻ ഇന്നലെ പറഞ്ഞു EDയെ പുറത്തിറക്കാൻ അവന്മാരെ പുറത്തിറക്കരുത്, പിണറായി സഖാവിന് വേറെ വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ. എന്താണ് എൻ്റെ അർത്ഥം? അത് കഴിഞ്ഞൊരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഈ അഭിഭാഷകൻ അടക്കമുള്ളവരുടെ ഗൂഢാലോചന അതെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പോലീസ് എന്ന് പറയുമ്പോൾ ഇന്നലെ അവിടെ നിന്ന് കൈ കെട്ടി നോക്കി നിന്ന പോലീസല്ല, IPS ഉദ്യോഗസ്ഥരാണ്. കാരണം അവരാണ് ആൻസറബിൾ. അല്ല, അത് ശരിയാണ്. പക്ഷേ രാജേഷ് ജി പറഞ്ഞതുപോലെ ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതെ. മാത്രമല്ല ഈ EDക്കും NIAക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? EDയും NIAയും നമ്മുടെ നാട്ടിലെ നിയമങ്ങളനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കേരള പോലീസിന് ഒരു പ്രതി ഈ കേരളത്തിലൊരു കുറ്റകൃത്യം ചെയ്തു, എന്നിട്ട് അയാൾ വിദേശത്തേക്ക് മുങ്ങി. പോലീസ് കേസ് എടുത്ത് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് അയാൾ മുങ്ങി എന്നുള്ള വിവരമാണ് കിട്ടിയത്. അയാൾ വിദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
ഇവിടുത്തെ പീഡനം നടത്തിയ പ്രതി സൗദി അറേബ്യയിൽ പോയി ഒളിച്ച സംഭവമുണ്ട്. അപ്പോൾ ഈ ആളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ബന്ധപ്പെട്ട് അവിടുന്ന് CBI വഴി, അവിടുന്ന് വിദേശകാര്യ മന്ത്രാലയം വഴി ഇൻ്റർപോളിനെ ബന്ധപ്പെട്ട് ഇൻ്റർപോളിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു രാജ്യമാണെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വളരെ നീണ്ട ഒരു പ്രൊസീജിയറാണ്. ഈ നീണ്ട പ്രൊസീജിയറിനൊടുവിലേ ആ പ്രതിയിലേക്ക് ചെന്നെത്താൻ പറ്റുള്ളൂ. പക്ഷേ EDക്കും NIAക്കും അത് വേണ്ട. അവർക്ക് ഡയറക്റ്റായിട്ട് ഈ ഇൻ്റർപോളിനെ കോണ്ടാക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്തുനിന്ന് ഈ പ്രതിയെ പിടിക്കാൻ കഴിയും. അന്വേഷണം വിദേശത്ത് നടത്തുന്നതിന് പ്രത്യേകിച്ച് ഒരനുമതി ആവശ്യമില്ല. മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഈ അപേക്ഷയൊക്കെ കൊടുത്ത് ഈ പറഞ്ഞ പോലെ അത് ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി വേണം. എന്നിട്ട് ഈ പ്രതി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. അയാളെ അവിടുന്ന് പൊക്കി വിട്ട്, അതായത് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസും അവിടുത്തെ ഭരണകൂടവും എല്ലാം അയാളെ ഡീപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് അയാൾ ഇവിടെ വന്ന് നമ്മുടെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ EDക്കും NIAക്കും അത് വേണ്ട. അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാം, പൊക്കിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇത്. EDയും NIAയും കഴിഞ്ഞ പിന്നെ CBIക്ക് ഇത് സാധിക്കുള്ളൂ. കേന്ദ്ര നിയമം, അതായത് ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് നമ്മുടെ NIA രൂപീകരിക്കുന്നത്. മുംബൈ അറ്റാക്കിന് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ പറഞ്ഞതുപോലെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി എന്ന് പറയുന്ന മറ്റേ FBI പോലെയൊക്കെയുള്ള ആ മാതൃകയിൽ ഒരു ഏജൻസി രൂപീകരിക്കുന്നത്. അതിന് വിപുലമായ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നാലെ വന്ന 2014 വന്ന മോദി സർക്കാരാണ് ആവശ്യം മനസ്സിലാക്കി EDയെ കൂടി ആ NIAയുടെ പദവിയിലേക്ക് ഉയർത്തുന്നത്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇന്ത്യക്കകത്തും പുറത്തും നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ നോട്ട് വിദേശത്ത് അച്ചടിച്ച് നമ്മുടെ അതിർത്തി കടത്തി കൊണ്ടുവരുന്നു. പാകിസ്ഥാനിലൊക്കെ അച്ചടിച്ച്, അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തും. ഇപ്പം നേപ്പാൾ അതിർത്തി വഴിയൊക്കെ കണ്ടെയ്നറുകൾ ഇവിടെ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭം വന്നപ്പോൾ മോഡി സർക്കാർ EDക്കും വിപുലമായ അധികാരങ്ങൾ കൊടുത്തു. ആ വിപുലമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയെയാണ് ഇവിടെ ഈ രീതിയിൽ ആക്രമിക്കാൻ തുനിയുകയും ആക്രമിക്കുകയും ചെയ്തത്. അവരുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ ഉപദ്രവിച്ചു. ഒരു കണ്ണിന് മാരകമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അയാൾ ICUവിൽ ചികിത്സയിലാണ്. സർക്കാർ സ്വകാര്യ ടാക്സി ഡ്രൈവർ ആണെങ്കിലും ED ഉദ്യോഗസ്ഥരെയും കൊണ്ട് വരുമ്പോൾ പാർട്ട് ഓഫ് ED, അങ്ങനെ അതിനെ അവർ കണക്കാക്കുള്ളൂ. കേസ് വരുമ്പോൾ അങ്ങനെയാണ്. ഇനി അങ്ങനെ അപ്പോൾ EDയെ തൊട്ടാൽ അത് വലിയ അപകടമാകുന്നു നമ്മൾ പറയുന്നു. അതിൻ്റെ എന്തെങ്കിലും ഒരു ഉദാഹരണമോ തെളിവോ നമുക്ക് കാണിക്കാനുണ്ടോ? ഉണ്ടല്ലോ. 2 വർഷം മുമ്പ് ബംഗാളിൽ സന്ദേശ് ഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് അറിയാമല്ലോ, പിന്നെ അവിടെയുള്ള ഒരു വ്യക്തി, ഒരു നേതാവ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ ഇതുപോലെ EDയെ അറ്റാക്ക് ചെയ്തു. വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കി. ശരിക്കും ഈ പറഞ്ഞതുപോലെ ആളുടെ പേര് ഞാനിപ്പോൾ പറയാം. ഈ EDയെ അറ്റാക്ക് ചെയ്തു എന്നുള്ള ആ ഒറ്റ കുറ്റത്തിന് തന്നെ അദ്ദേഹത്തിന് 818 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ED അറസ്റ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞ 2 വർഷത്തിൽ കൂടുതലായി. ഷാജഹാൻ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഷാജഹാൻ ഷെയ്ഖ് സന്ദേശ് ഖാലിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കിയത്. മമതയുടെ വിശ്വസ്തനായിരുന്നു. ആ കേസിൽ ഒരുപാട് പേര് അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിലാണ് EDയെ അറ്റാക്ക് ചെയ്തത്. അങ്ങനെ EDയെ അറ്റാക്ക് ചെയ്ത് അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ പറഞ്ഞതുപോലെ ഷാജഹാൻ ഷെയ്ഖ് അടക്കം 10 പേരെന്ന അറസ്റ്റിലായി. BJP പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിലും ഒക്കെ ഇയാൾ പ്രതിയാണ്. പക്ഷേ 818 ദിവസമായിട്ട് ജയിലിലാണ്. അപ്പോൾ ഇതൊരു നിസ്സാര സംഭവമല്ല. നമുക്ക് ഈ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല ഇവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ
ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ഇപ്പോൾ 7 പേരോ, ഇന്നലെ 7 പേരെ അറസ്റ്റ് ചെയ്തു, ഇന്ന് രാവിലെ 2 പേര്, അങ്ങനെ 9 പേര് അറസ്റ്റിലായിട്ടുണ്ട്. 10 പേര് പ്രതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇവർക്കെതിരെ എല്ലാം പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് വളരെ കൃത്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന, മാത്രമല്ല ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇഡിക്ക് ജപ്തി ചെയ്യാം. ഈ വാഹനം തടഞ്ഞതാണ്. ഒരു മുൻ കൗൺസിലർ, ആറ്റുകാൽ ഉണ്ണി എന്ന് പറഞ്ഞൊരു മുൻ കൗൺസിലറുണ്ട്. ചിത്രങ്ങളിൽ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇദ്ദേഹമാണ് ഈ വാഹനം തടയുന്ന, മുന്നിൽ നിന്ന് തടഞ്ഞ് നിർത്തി കൊടുക്കുക. ആറ്റുകാൽ ഉണ്ണി ആരാണെന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം. CPM-ന്റെ നേതാവാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എതിരെ എത്ര കേസുകളുണ്ട്, ഇടയ്ക്കിടെ കൗൺസിൽ പടിയൊക്കെ വാങ്ങി. അതെ അതെ അതെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ആറ്റുകാൽ അമ്പലത്തിൽ പോലും ഒരു ആചാരലംഘനം നടത്താൻ ശ്രമിച്ച ആളാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ ആറ്റുകാൽ ഉണ്ണി ആരാണെന്ന് മാത്രമല്ല, ആ അറസ്റ്റിലായ ആൾക്കാരെ കണ്ടു നോക്കൂ. രാജേഷ് ജി പറഞ്ഞതുപോലെ അവർക്കെല്ലാം ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട്, വിളിച്ചു വരുത്തിയതാണ് ഇവരെ. വളരെ വ്യക്തമാണ്. വാർക്കപ്പണി എന്ന് പറയുന്നത് കൃത്യമായി കൊട്ടേഷൻ വർക്ക് ചെയ്യുന്നവരാണ്. ആ സമയം വാർക്കപ്പണി രാവിലെ ഒരു കെട്ടിടം വാർക്കാൻ ഇവർക്ക് ചെന്ന് കഴിഞ്ഞാൽ, രാവിലെ വെളുപ്പിനെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു 10-11 മണിയാകുമ്പോൾ വാർക്കപ്പണി തീരും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ബിരിയാണി എല്ലാം ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഇവർ പിന്നെ ഒരു കുപ്പി എടുത്തിട്ട് ഒറ്റ വരക്കമാണ് തിരിച്ച് ഓട്ടയൊക്കെ പിടിച്ചിട്ട് പിന്നെ അവിടുന്ന് മറ്റേ വാർത്ത് വെച്ചത് ഇടിക്കുന്ന പണിയാണ് പിന്നെ അവർ ചെയ്യുന്നത്. അപ്പൊ ഈ വളരെ സജീവമാണെന്ന് ഓർത്തോണം തലസ്ഥാനം. അത് അവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന ഒരു പാഴായി പോയ ആഭ്യന്തരമന്ത്രിയുടെ ഇത് മനസ്സിലാക്കുന്നത്. അല്ല, ഒരു പോലീസിങ് എന്നൊരു സംഭവം, ഇതിന്റെ അത് എന്താ പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ചില്ല ഇഡി. നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ ഇഡി എന്താണെന്ന്. നമുക്കത് വേറൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇഡി എന്നാൽ അത് വിദേശത്ത് പോയി പോലും പ്രതിയെ പൊക്കാനുള്ള അധികാരമുള്ള ഒരു ഏജൻസിയാണ് ഇഡി. ഈ ഇഡി രമേശ് ചെന്നിത്തലയെ ഫോൺ വിളിച്ച് അറിയിച്ചില്ല. ഒരു സംസ്ഥാന പോലീസിനെയോ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു. രാത്രിക്ക് രാത്രി നിരോധനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഡൽഹിയിൽ നിന്ന് NIA ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി CRPF-ന്റെ സഹായത്തോടു കൂടി നേതാക്കളെല്ലാം വീട്ടിൽ ചെന്ന് പൊക്കി. 2 മണിക്കും 3 മണിക്കും അതെ അറസ്റ്റ് ചെയ്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവരെയും കൊണ്ട് വിമാനം ഇവിടെ നിന്ന് പോകും. അതും കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നാണ്. നമ്മുടെ മധ്യ കേരളത്തിൽ നിന്നും, മലബാറിൽ നിന്നും, തെക്കൻ കേരളം, ആലപ്പുഴ, മാവേലിക്കര ആ ഭാഗത്തു നിന്നൊക്കെ വീട് കയറി അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്കത് കാരണം രാജ്യത്തെ നിയമം അനുസരിച്ച് അവർക്ക് ഒരു സംസ്ഥാനത്ത് വന്ന ഒരു പ്രതിയെ, ഒരു കേസിൽ അവർ സംശയിക്കുന്ന ഒരു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കത് ആ സംസ്ഥാന പോലീസിനെയോ അവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയോ അറിയിക്കേണ്ട കാര്യമില്ല. അവർക്ക് അല്ലാതെ തന്നെ NIA-ക്കും ED-ക്കും CBI-ക്കും അത് ചെയ്യാം. ED പിണറായി വിജയൻ്റെ വീട്ടിൽ ചെന്ന് മകളെ വിളിച്ച് ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു വീടിൻ്റെ വെളിയിൽ പാരാമിലിറ്ററി CRPF ജവാന്മാരും കാവൽ നിൽക്കുകയാണ്. CRPF ജവാന്മാർ, വനിതാ ജവാന്മാരടക്കം കാവൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കാവൽ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അവർക്ക് അറിയിച്ചേ പറ്റൂ അടുത്തുള്ള സ്റ്റേഷനിൽ. അവരെ അറിയിച്ചാലും ഇല്ലെങ്കിലും സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ആകെ ചെയ്യാവുന്ന കാര്യം അവർക്ക് പുറത്തുനിന്ന്, അകത്തുപോയി അവർക്ക് സൗകര്യമൊന്നും ചെയ്തു കൊടുക്കണ്ട, പുറത്തുനിന്ന് അവർക്ക് സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുക. DCP ചോദിച്ചല്ലോ, DCP എന്ന അവിടുത്തെ CRPF ജവാനോട്, പുറത്തുനിന്നാളോട് പോയി ചോദിച്ചു, എന്താ എപ്പോഴാണ് വന്നത്, എത്ര പേരുണ്ട്, എന്തൊക്കെയാണ് അവരുടെ പേരുകൾ, അത് പറയേണ്ട, ഹിന്ദിയിലാണ് പറഞ്ഞത്, അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല, താങ്കളോട് അത് പറയേണ്ട, ഞാനല്ല പറയുന്നത്, എനിക്കത് പറയേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ED-യെ അങ്ങനെയൊന്നും കയറി ചൊറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ED-യുടെ അധികാര പരിധി എന്ത് എന്ന് മനസ്സിലാക്കാത്തവരല്ല ഇവരൊന്നും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവരൊരു അവസാനവട്ട ശ്രമം നടത്തി നോക്കുകയാണ്. ഈ അവസാനവട്ട ശ്രമം ഇവർക്ക് കുരിശായി മാറും എന്നുള്ളതാണ് സത്യം. ഈ അറസ്റ്റിലായ ഒരാളും ജീവിതത്തിൽ ഈ രക്ഷപ്പെടില്ല എന്ന തലസ്ഥാനം കാണില്ല, തട്ടകം പോലും കാണില്ല. അല്ല, അത് തട്ടകം കാണുന്നതല്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ബംഗാളിൽ ഒരുത്തനകത്തായിട്ട് 818 ദിവസം കഴിഞ്ഞു, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ED-യും NIA-യും CBI-യും ഒക്കെ അറസ്റ്റ് ചെയ്താൽ എന്താണ് ഇത്തരം കേസുകൾ? ഇനിയിപ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്.
ഇതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് വന്നാൽ ചിലപ്പോൾ UAPA ചുമത്താൻ സാധ്യതയുണ്ട്. ഗൂഢാലോചന, കലാപശ്രമം അതാണ്, കലാപശ്രമമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗൂഢാലോചനയുണ്ട്. അത് ഇവർക്ക് മാത്രമല്ല ബാധകം, CPM-ന്റെ നേതാക്കൾക്ക്, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക്, ആനാവൂർ നാഗപ്പൻ, പിന്നെ നമ്മുടെ വി ജോയി, അതുപോലെയുള്ള നേതാക്കൾ, സമ്പത്ത്, പ്രശാന്ത്, VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീകുമാർ, ഇവർക്കെല്ലാം പുഷ്പലത അടക്കമുള്ളവരെല്ലാം മുൻനിരയിലുണ്ടായിരുന്നു. എല്ലാം ബാധകമാണ്. ശിവൻകുട്ടി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ബിനീഷ് കോടിയേരി ആവേശപൂർവ്വം. പിന്നെ പാളയം ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, നമ്മുടെ MP ജോൺ ബ്രിട്ടാസും ഒക്കെ ചാടി ഇറങ്ങി വന്നു. അല്ല, ഞാൻ പറഞ്ഞ ഇവർക്ക് എതിരെ ഒരു കേസ് വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. വിചാരിച്ചതുപോലെ ഇവർക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് താമസം വിന വ്യക്തമാവും. ഇനി BJP ഓഫീസിൽ പോട്ടെ, CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്, BJP ഓഫീസിലായാലും ശരി, DCC ആയാലും ശരി, ഒരു പ്രതിയെ എന്തെങ്കിലും പോലീസിന് സംശയം ഉണ്ടെങ്കിൽ അത് കയറി പരിശോധിക്കും. എന്തോ തെറ്റ്? ഒരു തെറ്റില്ല, പോലീസിന് എവിടെയും കയറി പരിശോധിക്കാം. അല്ല, വി ജോയിയാണ് സമ്മതിക്കാത്തത്, ആനാവൂർ നാഗപ്പൻ സമ്മതിക്കുന്നില്ല, ഓഫീസിൽ പോലീസ് കയറില്ല. അത് പൊതുവെ പണ്ടും അങ്ങനെയാണ്. അല്ല, CPM അതിനകത്ത് കയറി പോലീസ് പരിശോധിച്ചാൽ പലതും അതിനകത്ത് തൊണ്ടിയെടുക്കും. ഇവിടെയാണ് ഞാനത് മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നമുക്കത് അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അവസാനം ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട്, ജോൺ ബ്രിട്ടാസ് അവസാന മാധ്യമങ്ങളോട് പറയുന്നത്, ഈ പ്രതികളൊക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നു, 6 പേര്, 1, 2, 3, 4, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ചുടുകലെടുത്തയാളും കുപ്പിയെടുത്താലും കൈകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചയാളും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ആ ചിത്രങ്ങൾ അകത്ത് കൊടുത്തു, മാന്യമായിട്ട് പോലീസ് ചിത്രങ്ങൾ അകത്ത് കൊടുത്തു. അത് വെച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ തന്നെ ഇറങ്ങിപ്പോയിക്കോളൂ, ഇറങ്ങി പാർട്ടി കൈയൊഴിഞ്ഞു. ഇവർ ഞങ്ങളുടെ പ്രവർത്തകരാണോ എന്ന് ഇനി അവർ പരിശോധിക്കുന്നതാണ് ഇന്നലെ വിജയ് അവസാനം പറയും. എന്നിട്ട് ബ്രിട്ടാസ് പറയുന്നത്, പോലീസ് പാർട്ടി ഓഫീസിനുള്ളിൽ കയറിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം ചോർന്നു പോകുന്നു. ഞാൻ അതാ പറഞ്ഞ ആ വിഷയം നമുക്ക് മറ്റൊരു സംസാരിക്കാം. നമ്മളിപ്പോൾ EDയുടെ കാര്യമാണ്. അപ്പോൾ EDയെ ഒരു കാരണവശാലും ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ, അവരുടെ ജോലിക്ക് തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. തീർച്ചയായിട്ടും അതിന് സമാധാനം പറയേണ്ടി വരും. അതിന് CPM എന്നോ തൃണമൂലെന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ BJPക്കെതിരെ സമാനമായ ഒരുപാട് കേസുകൾ ഈ BJPയുമായി ബന്ധപ്പെട്ടുമൊക്കെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും RSSനെതിരെ വന്നിട്ടുണ്ട്. അന്ന് അവരതൊക്കെ നിയമപരമായിട്ടാണ് നേരിട്ടത്. അവർ പോയി ഒരു NIAയുടെ നെഞ്ചത്ത് കയറാൻ പോയില്ലല്ലോ. ഈ പിന്നെ എന്താ പറയണ്ടേ, സഫ്രോൺ ടെററിസം എന്ന് പറഞ്ഞ് BJP RSSനെ മുൾമുനയിൽ നിർത്താൻ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചില്ലേ? UPA സർക്കാർ, 2ാം UPA സർക്കാർ. അന്ന് BJP എന്താണ് ചെയ്തത്? അവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനോ, ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു സന്യാസിനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവരെന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? വിശ്വഹിന്ദു പരിഷത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ ബഹളം ഉണ്ടാക്കിയോ? അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആക്റ്റീവ് വർക്കറാണ്. പിന്നെ അവർ ജയിച്ച് MP ഒക്കെ ആയി, അത് വേറെ കാര്യം. പക്ഷെ ആ സ്ത്രീയെ ഇതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ അവർ നിയമപരമായിട്ടാണ് കേസ് നേരിട്ടത്. ലഫ്റ്റനന്റ് സുരേഷ് രാജ് പുരോഹിത്, ശ്രീകാന്ത് പുരോഹിത്, അദ്ദേഹം നിയമപരമായിട്ടാണ് കേസ്. ഇപ്പോൾ സൈന്യത്തിലേക്ക് എടുത്തു. അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടു, അദ്ദേഹത്തിന് തിരിച്ചെടുത്തു, അദ്ദേഹത്തിന് പ്രൊമോഷൻ, തടഞ്ഞു വെച്ചിരുന്ന പ്രൊമോഷൻ കിട്ടി. മാലേഗാവ് സ്ഫോടനത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് കൊണ്ടുവച്ചത്. പക്ഷെ ആ ഒരു തെളിവുമില്ലാതെ അദ്ദേഹത്തെ വർഷങ്ങളോളം പീഡിപ്പിച്ചു. അന്ന് ആരും ഇവിടെ, അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ ആരും ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. പകരം നിയമപരമായിട്ട് നേരിട്ടു. കേസ് കോടതിയിൽ വന്നു. കോടതിയിൽ കൃത്യമായി അവർ തെളിവ് സഹിതം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതി ആ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ വെറുതെ വിട്ടു. അതാണ് അതിൻ്റെ വഴി. നിയമപരമായിട്ട് നേരിടുന്ന പിണറായി വിജയനും വീണ തായ്ക്കണ്ടിയും തെറ്റൊന്നും ചെയ്തിട്ടില്ല. EDയുടെ ആരോപണങ്ങളെല്ലാം തെറ്റാണ്. നിയമപരമായിട്ട് നിങ്ങൾ തെളിയിക്കൂ. ജനം 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കും. പകരം അക്രമം, EDയെ ആക്രമിക്കാൻ മുതിർന്നാൽ അത് വലിയ ദോഷം ചെയ്യും. അത് ഈ വന്ന പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, അവരെ നിയന്ത്രിച്ച, അവരെ നയിച്ച നേതാക്കൾ ഉൾപ്പെടെ ഇതിന് സമാധാനം പറയേണ്ടി വരും. ഒരു പക്ഷേ അത് CPMന്റെ ഒരു എന്താ പറയുക, പാർട്ടിയെ നിരോധിക്കാൻ പോലും കാരണമായേക്കും. സാധാരണ ഗവർണറും ഒരു സംസ്ഥാനത്തെ ഗവർണറും അവിടുത്തെ സർക്കാരുമായിട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ, പ്രതിരോധങ്ങൾ, തിരിച്ചടി,
ഇവിടെ ഗവർണറും പ്രതിപക്ഷവുമായിട്ടാണ്. പ്രതിപക്ഷത്തിനപ്പോൾ ആരെയും വിലയില്ലെന്നാണോ? പ്രതിപക്ഷമല്ലേ ജനങ്ങളുടെ ഭാഗം നിൽക്കേണ്ടത്? അതെ, അല്ല അത് പ്രതിപക്ഷം ഒരു കൂട്ടം ക്രിമിനലുകളുടെ കയ്യിലായി പ്രതിപക്ഷമാകാൻ പോലും അവർക്ക് യോഗ്യതയില്ല. CPI ഏൽപ്പിക്കണം പ്രതിപക്ഷത്തിന്റെ ചുമതല അല്ലേ? പ്രതിപക്ഷ നേതൃസ്ഥാനം CPI ഏൽപ്പിക്കണം. അല്ല, അങ്ങ് കാര്യങ്ങളൊക്കെ പോകുന്നത് കൈവിട്ട് പോയിരിക്കുന്നു. ഇവിടെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ED ചൊറിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ ഭയാനകമായിരിക്കും.